ഞാൻ 6:30ക്കാണ് എഴുന്നേക്കാറ്. ഞാൻ 6:30ക്ക് എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റെന്നേ ഇതെങ്ങനെയാ പറയുക? അവള് സ്കൂളിൽ പോയി. അവള് സ്കൂളിൽ പോകാറുണ്ട്. അവളിപ്പോ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാണ്? പറയൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് എങ്ങനെ പറയാൻ പറ്റൂന്ന്. ഞാൻ 6:30ക്കാണ് എഴുന്നേൽക്കാറ്. ഐ വേക്ക് അപ്പ് അറ്റ് 6:30. കാരണം എന്താ? അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വേണ്ടത്. ഐ വേക്ക് അപ്പ് അറ്റ് 6:30. ഞാൻ 6:30ക്കാണ് എഴുന്നേക്കാറ്. സ്ഥിരം അങ്ങനെയാണ്. ഞാൻ 6:30ക്ക് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിയാതെ നമുക്കിത് പറയാൻ പറ്റത്തില്ലല്ലോ. ഐ വോക്ക് അപ്പ് അറ്റ് 6:30. പാസ്റ്റിലോട്ട് പോയി. ഇനി ഞാൻ എഴുന്നേറ്റെന്നേ, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ ഓൾറെഡി എഴുന്നേറ്റു. ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിലോ ഐ ഹാവ് വോക്കൺ അപ്പ് ഓൾറെഡി. ഹാവ് ചേർക്കണം. അതായത് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ വേർബ് ഫസ്റ്റ് ഫോമിൽ ഇട്ടിട്ട് പ്രസന്റ് ടെൻസിൽ പറയുക. നമ്മൾ ഇന്നലെ ചെയ്ത് കഴിഞ്ഞ കാര്യത്തിനാണ് എങ്കിൽ വേർബ് സെക്കൻഡ് ഫോമിൽ ഇട്ടിട്ട് പാസ്റ്റ് ടെൻസിൽ പറയുക. ഓൾറെഡി നമ്മളത് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് അത് ചെയ്തു എങ്കിൽ നമ്മളിത് ഹാസോ ഹാവോ ചേർത്ത് പറയുക. അപ്പൊ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അവള് സ്കൂളിൽ പോകാറുണ്ട്. ഷീ ഗോസ് ടു സ്കൂൾ. കാര്യം എന്താണ്? അവള് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതാണ്. സോ ഷീ ഗോസ് ടു സ്കൂൾ. അവള് സ്കൂളിൽ പോയി. ഷീ വെന്റ് ടു സ്കൂൾ. വെന്റ് ഉപയോഗിച്ചു. ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കും, ഉച്ചയ്ക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ വെർ ഇസ് ഷീ? ഷീ വെന്റ് ടു സ്കൂൾ. സ്കൂളിൽ പോയി. ഇനി ഞാൻ പറയാണ് അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. അപ്പൊ ഈ ഹാസ് ഹാവ് നമ്മൾ ടൈമിൽ പറയാണ് എങ്കിൽ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമ്മൾ ഹാസ് ഹാവും ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനും നമ്മൾ ഹാസ് ഹാവും ഉപയോഗിക്കുന്നു. അപ്പൊ ഹാസ് ഹാവിന്റെ ഒക്കെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പോൾ വരും, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അതേപോലെ തന്നെ പറയാണ് ഞാൻ ചോറ് കഴിച്ചില്ല. ഞാൻ ചോറ് കഴിക്കാറില്ല. ഞാൻ ചോറ് കഴിച്ചെന്നേ, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ഞാൻ ചോറ് കഴിക്കാറില്ലെന്ന് എങ്ങനെ പറയും? ഐ ഡു നോട്ട് ഈറ്റ് റൈസ്. ഐ ഡോണ്ട് ഈറ്റ് റൈസ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. ഐ ഡോണ്ട് ഈറ്റ് റൈസ്. ഞാൻ ചോറ് കഴിച്ചില്ല. ഐ ഡിഡ്ന്റ് ഈറ്റ് റൈസ്. പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. ഇന്നലെ ഞാൻ ചോറ് കഴിച്ചില്ല. ഐ ഡിഡ്ന്റ് ഈറ്റ് റൈസ്. ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ഐ ഹാവ് ഈറ്റൺ റൈസ്. ഐ ഹാവ് ഈറ്റൺ റൈസ്. ഹാസ് ഹാവുമാകുമ്പോൾ വേർബ് തേർഡ് ഫോമിൽ. അപ്പൊ ഇവിടെ നമ്മുടെ ഐ ഹാവിൻഡ് ഈറ്റൺ എന്നൊക്കെ പറയത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ പാസ്റ്റ് ടെൻസും പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് തരാം, അത് നിങ്ങൾ കേൾക്കുക. എന്നാലേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ആ ക്ലാസ് കേട്ടേ പറ്റത്തുള്ളൂ. അവള് സ്കൂളിൽ പോകാറില്ല. സ്ഥിരം അങ്ങനെയാണ്. ഷീ ഡസ് നോട്ട് ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയില്ല. ഷീ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോയിട്ടില്ല. എക്സ്പീരിയൻസ് ആണ്. ഷീ ഹാസിന്റ് ഗോൺ ടു സ്കൂൾ. ഷീ ഹാസിന്റ് ഗോൺ ടു സ്കൂൾ. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ വേർബ് ഫസ്റ്റ് ഫോം ഇടുക. ഇനി അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് കൊടുക്കുക. ഇനി പാസ്റ്റിലാണ് പറയേണ്ടതെങ്കിൽ വേർബ് സെക്കൻഡ് ഫോമിൽ ഇടുക. അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഡിഡ് നോട്ട് കൊടുക്കുക. വേർബ് ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക. ഓൾറെഡി ഞാനത് ചെയ്തു എന്നാണ് പറയേണ്ടതെങ്കിൽ ഹാസോ ഹാവോ വേർബ് തേർഡ് ഫോമിൽ കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് കൊടുക്കണം. അപ്പോ നിങ്ങൾ ചിന്തിക്കും ഡോൺ ഹാവും ഡസ്റ്റിന്റെ ഹാവും ഒന്നും വേണ്ടേ എന്ന്. അങ്ങനത്തെ ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ ആട്ടെ എന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ ഇതൊന്നും കേൾക്കില്ല. എന്നിട്ട് ഈ കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അത് നിങ്ങൾ തീർക്കണം കേട്ടോ, തീർത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡോൺ ഹാവും ഡസിന്റെ ഹാവും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് ഉണ്ട്. നിങ്ങളത് കേട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇന്ന് കുഞ്ഞൊരു ക്ലാസ്, കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ
ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. നിങ്ങൾ അതെല്ലാം ഒന്ന് കേൾക്കുക കേട്ടോ. അതായത് ഈ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു 15, 14 and 13 ഈ ക്ലാസ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതൊക്കെ കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.